അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് വ്ളോഗാണ്. ഞാനും മോനും കൂടി രാവിലെ തന്നെ ഒരു നടക്കാനൊക്കെ ഇറങ്ങിയതാണ്. വേറെ എങ്ങോട്ടുമല്ല, തൊട്ടടുത്തുള്ള ബക്കാലയിലേക്കാണ്. രാവിലെ ഇഡ്ഡലിയും ചട്നിയും ആക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ തേങ്ങയില്ല. അപ്പോൾ തേങ്ങ വാങ്ങിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങിയിട്ടുള്ളത്. ഇത് റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. റംലാനിൽ ഈ പള്ളിയിൽ ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് നിസ്കാരമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു നേരിൽ കാണുന്നൊരു ബിൽഡിങ്ങിൽ തന്നെയാണ് ഞങ്ങളുടെ റൂമുള്ളത്. അപ്പോൾ നല്ല ചൂടും നല്ല വെയിലൊക്കെയാണ്. രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും തന്നെ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അധികം നടക്കാനൊന്നും പോയില്ല. എൻ്റെ കറ്റാർവാഴയുടെയും കഞ്ഞിക്കുറുക്കൻ്റെയും ഒക്കെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പണികളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ഇതൊക്കെ ഒന്ന് റെഡിയാക്കാമെന്നാണ് ഇന്നത്തെ പ്ലാൻ ഉള്ളത്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ മോനിക്ക് രാവിലെ ഓൺലൈൻ ക്ലാസ് ഒരു 8:30 മുതൽ 12 മണി വരെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. അവനെ ശ്രദ്ധിക്കണം. അപ്പോൾ കൂടുതലും അവൻ്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ കുറച്ച് പണികളൊക്കെ ഞാൻ എടുക്കാറുള്ളത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് പണികളും കൂടി ഒതുക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ ഒരു ഫുട്പാത്താണ്. ഞങ്ങൾ 4 റൂമുകാരുടെ ഒരു വരാന്തയാണ് ഇതുള്ളത്. ഞാൻ ഓൾറെഡി ഇങ്ങനെ പച്ചക്കറിയുടെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കാറാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ട ഒരു ടിപ്പാണ്. നമ്മൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതും കൂടി ഒഴിച്ച് കഴിഞ്ഞത് പെട്ടെന്ന് ദ്രവിച്ച് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഞാൻ പിന്നീട് അറിയിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ കമൻസും പിന്നെ നിങ്ങളുടെ സജഷൻസൊക്കെയാണ് ഞങ്ങളെപ്പോലുള്ള കുഞ്ഞു കുഞ്ഞു യൂട്യൂബർമാരുടെ ഒരു പ്രചോദനം. പിന്നെ നിങ്ങൾക്ക് വീഡിയോസിൽ എന്താണ് ഇഷ്ടപ്പെടുന്നത്, ഞങ്ങൾ ചെയ്യുന്ന എൻ്റെ വീഡിയോൻ്റെ ക്ലാരിറ്റിയോ അല്ലെങ്കിൽ എടുക്കുന്നതോ അല്ലെങ്കിൽ സംസാരത്തിലോ ഒക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടിയൊക്കെ നമുക്കൊരു അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തരാണെങ്കിൽ ഞങ്ങളെപ്പോലെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ഒന്നും അറിയാത്ത അവർക്ക് കുറച്ചൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനൊരു പ്രചോദനമാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതൊക്കെ നല്ല വെയിലായതുകൊണ്ട് തന്നെ ഇവിടുന്ന് ചെറിയൊരു കോർണർ എങ്ങോട്ട് മാറ്റി വെച്ചാലും ഇവിടെ നല്ല വെയിലാണ്. അപ്പോൾ ഞാൻ അകത്തേക്ക് എടുത്ത് വെക്കാതെ വിചാരിച്ചാൽ അവിടെയാണ് റൂമിലാണ്, വലിയ സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഉള്ളത് നമ്മൾ കുറച്ചെങ്കിലും എടുത്ത് അകത്തേക്ക് ചെറിയൊരു പോട്ടിലൊക്കെ ആക്കിയിട്ട് എടുത്ത് വെക്കാൻ എന്നാണ് ഇപ്പോൾ പ്ലാനിങ് ഉള്ളത്. കാരണം ഇത് മൊത്തത്തിൽ എടുത്ത് വെക്കാനുള്ളൊരു സ്പേസ് ഇല്ല. അപ്പോൾ ചെറിയ 2-3 കുഞ്ഞു പോട്ടിലാക്കിയിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വേനൽ കഴിഞ്ഞാലും നമുക്കിത് കംപ്ലീറ്റ്ലി കേടുവന്ന് പോയാലും വീണ്ടും ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ. പിന്നെ ചെറിയൊരു ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു ഏരിയ ഒക്കെ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇൻഷാല്ല. അപ്പോൾ അതിന് ആദ്യം ഒരു സ്ഥലം ഞാൻ റെഡിയാക്കി എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാല്ല അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ നിങ്ങളായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള എല്ലാ പ്രതീക്ഷയോടും കൂടി ഇനിയുള്ള എൻ്റെ ഓൺലൈനിലെ വിശേഷങ്ങളുമായി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.